വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സക്സസിലേക്ക് എത്തുന്നതിന് മുമ്പ് ദൈവം അഥവാ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കുറച്ച് സയൻസിനെ പറ്റി പറയാനാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സ്ട്രഗിൾസിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇനി ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AYZ സയൻസ് ആൻഡ് എന്റർടൈൻമെന്റ്. നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു കാര്യത്തിൽ മെച്ചപ്പെടണം അല്ലെങ്കിൽ ലൈഫ് മെച്ചപ്പെടണം എന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ ഓട്ടത്തിന്റെ ഇടയിൽ ദൈവം അഥവാ യൂണിവേഴ്സ് നമ്മളെ കാണിച്ചു തരുന്ന കുറേ സയൻസ് ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇനി അത് എന്തൊക്കെയാണ്, ആ സയൻസ് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുക, ഇനി എങ്ങനെയൊക്കെ ലൈഫ് ബെറ്റർ ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ സൈൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, കസിൻസ്, അങ്ങനെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങളത് ഒരിക്കലും മനസ്സിലാക്കില്ല, പക്ഷെ പിന്നീട് നിങ്ങളത് മനസ്സിലാക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇത് സക്സസിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിന് തൊട്ട് മുമ്പ് നിങ്ങളെ അറിയിക്കുന്ന ഒരു സൈനാണ്. ഇനി വേറെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ നിരന്തരം പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്തിനാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് തരുന്നത്, ഇതിനിയും കഴിഞ്ഞില്ലേ എന്ന്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഓരോ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ആ പ്രോബ്ലംസ് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കും. നമ്മൾ ആ പാഠം പഠിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ പ്രോബ്ലംസ് തന്നെ ഇല്ലാതാവും. അതായത് പ്രോബ്ലംസ് പിന്നെ നമുക്ക് വരില്ല. സീറോ പ്രോബ്ലംസ് ബെറ്റർ ലൈഫായിരിക്കും. അതുകൊണ്ട് ഓരോ പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങളൊരു മുക്കിൽ പോയി ഇരുന്ന് മോങ്ങാതെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കുക, മൂവ് ഓൺ ചെയ്യുക. ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത് നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, എന്താണ് ഈ ഒരു പ്രോബ്ലം എന്നെ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് അറിയുന്നതും നിങ്ങളുടെ പവറിനെ കുറിച്ച് അറിയുന്നതും നിങ്ങളുടെ കപ്പാസിറ്റിയെ കുറിച്ച് അറിയുന്നതും ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും അത് ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് ഇരുന്ന് കരയാതെ അതിനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഇത് എന്നെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുകയും പ്രോബ്ലംസ് വരാതിരിക്കുകയും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ജീവിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു സൈന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക, ബെറ്റർ ലൈഫാവും. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. ഇനി വേറെ ഒരു സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തടസ്സങ്ങൾ വരിക. നിങ്ങൾ ഒരു വർക്കിൽ അല്ലെങ്കിൽ ഒരു ജോബിൽ പോവുകയാണ്, അല്ലെങ്കിൽ ജോബ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എക്സാംസ്, ജോബിന് വേണ്ടിയിട്ടുള്ള എക്സാംസ് എഴുതുകയാണ്. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്ന് അത് ചെയ്യാൻ പറ്റാതിരിക്കുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് എന്താണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഫുൾ പൊട്ടൻഷ്യലോടുകൂടി എത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ്. അല്ലാതെ നിങ്ങളുടെ കപ്പാസിറ്റിയെ കുറിച്ച് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയല്ല. പിന്നെ നിങ്ങളുടെ കംബാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ടായിരിക്കും. അത് മുമ്പത്തേക്കാൾ അടിപൊളിയായിരിക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കും, അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു തടസ്സം വന്നിട്ടില്ല എങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് എനിക്ക് കിട്ടില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലായിരിക്കും തടസ്സങ്ങൾ വരുന്നുണ്ടാവുക. അതുകൊണ്ട് ഓരോ തടസ്സം വരുന്ന സമയത്ത് ആ തടസ്സങ്ങളെ മറികടക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആവുകയും കോൺസെൻട്രേഷൻ കൂടുകയും ആ കാര്യം വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. തടസ്സങ്ങൾ തന്നെ മാറുകയും ചെയ്യും. അതുകൊണ്ട് തടസ്സങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ച് ഡൗൺ ആവാതെ മുമ്പോട്ട് പോകാൻ നോക്കുക. ഒരു സൈൻ എന്ന് പറയുന്നത് ഇൻസൾട്ടിങ് തന്നെയാണ്. മറ്റുള്ളവരെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുക. അതിപ്പോൾ എന്ത് കാര്യത്തിലാവാം. നിങ്ങളൊരു ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ജോലിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുക. ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രശ്നങ്ങളായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇൻസൾട്ടായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ തടസ്സങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡൗൺഫാൾ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡൗൺഫാൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സയൻസാണ്. നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടില്ല എങ്കിൽ
നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ പാഠം പഠിച്ച് മുമ്പോട്ട് പോവുകയും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവുകയും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റുകയും ചെയ്യും. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി സക്സസ്സിലേക്ക് എത്തി പിന്നെ നിങ്ങളുടെ ലൈഫ് ബാക്കോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇവിടെ എനിക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്ന്. നിങ്ങൾക്കറിയോ, ഒരു സക്സസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ അത്യാവശ്യമാണ്. സ്ട്രഗിൾസിലൂടെ മാത്രമേ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രഗിൾസിലൂടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മുന്നേറുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ കൂടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഏറ്റവും കൂടുതൽ സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരെല്ലാവരും പറയുന്നത് അവരവരുടെ മോശം സമയത്തിൽ നിന്നാണ് അതിൽ നിന്നും വന്നിരിക്കുന്നത്. ആ ഒരു മോശം സമയമില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ ഒരു സക്സസ് ആയിട്ടുള്ള ഞാനില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണത്. നമ്മൾക്ക് എല്ലാവർക്കും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള രീതി വെച്ചാണ് അടുത്ത പ്രോബ്ലംസ് നമ്മൾ വരിക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് വരുന്നത്. ആ പാഠം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പ്രോബ്ലംസ് എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മുടെ ലൈഫിൽ വരില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്രോബ്ലംസ് അല്ലെങ്കിൽ വളരെ ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അത് എന്തെന്നെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഇരുന്ന് കുറച്ച് നേരം ചിന്തിക്കുക. ഉത്തരം കിട്ടും, ഉറപ്പാണ്. സൊല്യൂഷൻ കിട്ടും. അതിനുശേഷം നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ഗീവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ പോകും. ഫുൾ പൊട്ടൻഷ്യൽ ഒരു തിരിച്ചു വരവ്, ഒരു കംബാക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. എനിക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഒന്നും വീഡിയോസ് ചെയ്തിട്ട് ഇല്ല. സോ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഞാനിതിൽ ചേർത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.